അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് റവയും കുറച്ച് തേങ്ങയും ഉണ്ടോ. അതാ അടിപൊളി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു പഴയകാല റെസിപ്പിയാണ്. ഒരുപാട് ആൾക്കാർ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും മറന്നു പോയിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു റെസിപ്പി തയ്യാറാക്കണമെങ്കിൽ ഇത് ചെയ്ത് നോക്കിയോ, അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇതെങ്ങനെ ചെയ്ത് നോക്കിയാലോ. ടപ്പേന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഒരു 1.5 കപ്പ് റവ എടുക്കാം. അപ്പം നമ്മൾ മൊത്തത്തിൽ എടുത്തിരിക്കുന്ന ഒരു 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എടുത്തിരിക്കുന്ന പറഞ്ഞാൽ ഒരു 3/4 കപ്പ് തേങ്ങയാണ്, അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ഇതിന് മേളിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ തന്നെ നമുക്ക് അതിന്റെ മേളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ നല്ല അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദോശമാവിനെ അരച്ചെടുക്കുന്ന അതേ രീതിയിലാണ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ ഇടുന്നത് പറയാം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ നമുക്കും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ നമുക്ക് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് ദോശ ഒഴിക്കുന്ന കണക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പരത്തേണ്ട കാര്യമൊന്നുമില്ല. ഒഴിച്ചിട്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു ഭാഗം ഒന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അടച്ചു വെക്കാതെ തന്നെ ഇത് കണക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഇതിന്റെ മേളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. കേട്ടോ, 2 ഭാഗം നല്ല രീതിയിൽ വേവുന്ന കണക്ക് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ തിരിച്ചിടുമ്പോൾ നമുക്ക് ഈ ഭാഗത്തൂടെ കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കണം. ഇപ്പൊ ഏകദേശം നമ്മുടെ ദോശ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടെ അത് ചെയ്തെടുക്കാം. അപ്പം എന്താ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ കൂട്ടുകാരെ ഒരു വട്ടം ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റ് ആണ്. പണ്ടത്തെ ആൾക്കാർ അമ്മമാരൊക്കെ ഇത് ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.